മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആധുനിക ചരിത്രത്തിൽ രത്നശോഭ പകർന്ന് അസദൃശമായ തേജസ്സോടെ ഒരു വ്യാഴവട്ടത്തോളം പരിശുദ്ധ സഭയെ നയിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമേനി നമ്മുടെ ഈ ഭൗതിക ലോകം വിട്ട് തന്നെ ഏറ്റവും സ്നേഹിച്ച നാഥന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ക്യാൻസർ രോഗബാധിതനായി 1 വർഷത്തിലധികമായി പരുമല ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്ന പിതാവ് നമ്മെ വിട്ട് സ്വർഗീയവാസത്തിനായി പോയിരിക്കുന്നു. വിനയത്തിന്റെ വിളനിലവും വിശുദ്ധിയുടെ നിറകുടവുമായിരുന്ന പരിശുദ്ധ പിതാവ് സഭാചരിത്രത്തിലെയും ആധുനിക കേരള ചരിത്രത്തിലെയും ജ്വലിക്കുന്ന ഓർമ്മയാണ്. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കാപട്യമില്ല എന്ന് നഥാനിയേലിനെ ചൂണ്ടിക്കാട്ടി നമ്മുടെ കർത്താവ് നടത്തിയ പ്രസ്താവന അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ ഒരു ധന്യജീവിതമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റേത്. അകവും പുറവും ഒരുപോലെ ശുദ്ധമായി സൂക്ഷിച്ച ഒരു പുണ്യാത്മാവ്, ശുഭ്രതയും ശുദ്ധതയും മുഖമുദ്രയാക്കിയ ആത്മീയാചാര്യൻ, മൗനവും മനനവും ആത്മീക ഊർജത്തിന്റെ വറ്റാത്ത സ്രോതസ്സായി സൂക്ഷിച്ച സന്യാസി ശ്രേഷ്ഠൻ. അകൃത്രിമ രമണീയമായ ആ ധന്യജീവിതത്തിന്റെ ഏടുകളിലേക്ക് ഒരു തിരനോട്ടം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് രണ്ടാമൻ തിരുമേനിയുടെ ജീവിതയാത്ര. 1946 ഓഗസ്റ്റ് 30 പഴഞ്ഞി മങ്ങാട്ട് കൊള്ളന്നൂർ KI ഐപ്പിന്റെയും പുലിക്കോട്ടിൽ കുടുംബത്തിൽപ്പെട്ട കുഞ്ഞീറ്റയുടെയും മകനായി KI പോൾ ജനിച്ചു. 1972 ഏപ്രിൽ 8 പരുമല സെമിനാരിയിൽ വെച്ച് തന്റെ ഗുരുവും ഭദ്രാസന മെത്രാപ്പോലിത്തായുമായിരുന്ന അഭിവന്യ യൂഹാനോൻ മാർ സേവറിയോസ് തിരുമേനിയിൽ നിന്നും കോറുയോ പട്ടം ഏറ്റു. 1973 മെയ് 31 കൊരട്ടി സിയോൻ സെമിനാരിയിൽ വെച്ച് യൂഹാനോൻ മാർ സേവറിയോസ് തിരുമേനിയിൽ നിന്ന് തന്നെ പൂർണ്ണ ശമാശപ്പട്ടം സ്വീകരിച്ചു. 1973 ജൂൺ 2 പരുമല സെമിനാരിയിൽ വെച്ച് യൂഹാനോൻ മാർ സേവേറിയോസ് തിരുമേനിയിൽ നിന്ന് തന്നെ കശീശ പട്ടവും ഏറ്റു. 1982 ഡിസംബർ 28 തിരുവല്ല MGM ഹൈസ്കൂളിൽ നടന്ന മലങ്കര അസോസിയേഷൻ യോഗം മെത്രാൻ സ്ഥാനത്തേക്ക് KI പോൾ അച്ഛനെ തെരഞ്ഞെടുത്തു. 1983 മെയ് 14 പരുമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവ, അന്ന് അഭിവന്യ മാത്യൂസ് മാർ കൂറിലോസ് ആയിരുന്നു, അദ്ദേഹം റംബാൻ സ്ഥാനം KI പോളച്ചന് നൽകി. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് പൗലൂസ് മാർ മിലിത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പ സ്ഥാനം ഏറ്റു. 1985 ഓഗസ്റ്റ് 1 കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റു. 2006 ഒക്ടോബർ 12 പരുമല സെമിനാരിയിൽ നടന്ന മലങ്കര അസോസിയേഷൻ പൗലൂസ് മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്തായെ നിയുക്ത കാതോലിക്കയായി തെരഞ്ഞെടുത്തു. 2010 ഒക്ടോബർ 31 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് പൗലൂസ് മാർ മിലിത്തിയോസ് തിരുമേനി മലങ്കര മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റു. 2010 നവംബർ 1 പരുമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് രണ്ടാമൻ എന്ന പേരിൽ
പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനമേറ്റു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദീമോസ് പ്രഥമൻ വലിയ ബാവ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ മുഖ്യകാർമ്മികൻ ആയിരുന്നു. മുൻഗാമിയാൽ വാഴിക്കപ്പെട്ട ആദ്യ പരിശുദ്ധ പൗരസ്ത്യ കാതോലിക്കയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ ബാവ. 2012 മാർച്ച് 7 പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് അങ്കണത്തിൽ നടന്ന മലങ്കര അസോസിയേഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 2012 നവംബർ മാസം 18 കൈറോയിൽ നടന്ന കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ തെവദ്രോസ് രണ്ടാമൻ പോപ്പിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പ്രത്യേക ക്ഷണിതാവായി സംബന്ധിച്ചു. 2012 നവംബർ മാസം 25 എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന കാതോലിക്കറ്റ് ശതാബ്ദി മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമായും ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരും മുഖ്യാതിഥികൾ ആയിരുന്നു. 2013 ഫെബ്രുവരി 28 ആഡിസ് അബാബയിൽ നടന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ ആബൂന മത്യാസ് പാത്രിയർക്കീസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 2013 സെപ്റ്റംബർ 5 വത്തിക്കാനിൽ വെച്ച് റോമൻ കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. 2015 ഏപ്രിൽ 25 സിറിയൻ പാത്രിയർക്കീസ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രൈം രണ്ടാമനുമായി അർമേനിയയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. 2017 മാർച്ച് 1 കോട്ടയം MD സെമിനാരിയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 2018 മാർച്ച് 23 40-ാം വെള്ളിയാഴ്ച ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി. വചനം വിടരുന്നു, വിനയസ്മിതം, നിഷ്കളങ്കതയുടെ സൗന്ദര്യം, അനുഭവങ്ങൾ, ധ്യാനങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ പരിശുദ്ധ പിതാവ് രചിച്ചിട്ടുണ്ട്. 1946 ഓഗസ്റ്റ് 30 കുന്നംകുളം മങ്ങാട്ട് ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച ആ ഭൗതിക ജീവിതം ദേവലോകത്തിന്റെ പുണ്യഭൂമിയിൽ അവസാനിക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവ് മലങ്കരയ്ക്കും മലയാള മണ്ണിനും നൽകിയ സംഭാവനകളെ ആർക്കും വിസ്മരിക്കുവാൻ ആകില്ല. 36 വർഷം മലങ്കരയിൽ ഒരു മെത്രാപ്പോലിത്ത ആയും 11 വർഷത്തിലധികം പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയായും മലങ്കര ഓർത്തഡോക്സ് സഭയെ സുധീരം നയിച്ച പരിശുദ്ധ പിതാവ് സ്വർഗീയ സന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ ആ ധന്യജീവിതം ഒരു വെല്ലുവിളിയാവട്ടെ, ഒരു മാതൃകയാവട്ടെ, മുന്നോട്ടു പോകുവാനുള്ള ഒരു പുത്തൻ വഴിത്താരയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരാകാം.